ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് മറ്റന്നാൾ. ഫലപ്രഖ്യാപനവും അന്ന് തന്നെ ഉണ്ടാകും. പാർലമെന്റിലെ ഇരുസഭകളിൽ നിന്നുള്ള 788 വോട്ടർമാരുടെ ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുക. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ദർശനങ്ങളെയും സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെയും അനുസ്മരിച്ചു. സമത്വം, കാരുണ്യം, സാർവത്രിക സാഹോദര്യം എന്നിവയെക്കുറിച്ചുള്ള ഗുരുവിന്റെ തത്വങ്ങൾ വ്യാപകമായി പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ കൈപിടിച്ചുയർത്താനും ജീവിതം ഒഴിഞ്ഞുവച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. കേരള സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെള്ളയമ്പലത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ നീളുന്ന ഘോഷയാത്രയിൽ നിരവധി കേരളീയ പാരമ്പര്യ കലാരൂപങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും അണിനിരക്കും. കരസേനയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് മിഴിവേകും. ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയോടനുബന്ധിച്ച് മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പുലിച്ചുവടുകളും താളവുമായി തൃശൂർ സ്വരാജ് റൌണ്ടിൽ നാളെ പുലി ഇറങ്ങും. 9 പുലികളി സംഘങ്ങളാണ് ഇക്കുറി MG റോഡ് വഴി സ്വരാജ് റൌണ്ടിന് ചുറ്റും കളിക്കിറങ്ങുക. പുലികളിയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ DPPH പദ്ധതിക്ക് കീഴിൽ 3 ലക്ഷം രൂപ വീതം അനുവദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് സാധ്യമാക്കാൻ സഹായിച്ച കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് നന്ദി അറിയിക്കുന്നതായും ശ്രീ സുരേഷ് ഗോപി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തഞ്ചാവൂർ ആസ്ഥാനമായുള്ള ദക്ഷിണ മേഖലാ സാംസ്കാരിക കേന്ദ്രം സംഘങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം സംഭാവന നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓണാവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പാദവാർഷിക പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച ശേഷം 30% മാർക്ക് ലഭിക്കാത്തവർക്ക് പഠന പിന്തുണ നൽകും. ആലപ്പുഴയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് പരമാവധി പരിഗണന നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴ ജില്ലയിൽ പായിപ്പാട് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുടെ സ്മരണയിലാണ് വള്ളംകളി സംഘടിപ്പിക്കുന്നത്. ദശാബ്ദത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം അല്പസമയത്തിനകം ദൃശ്യമാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 മുതൽ പുലർച്ചെ 2:25 വരെയുള്ള ഗ്രഹണം രാത്രി നേരിട്ട് കാണാം. ഗ്രഹണം 5 മണിക്കൂർ നീണ്ടു നിൽക്കും. ഈ സമയം ചുവപ്പ് നിറത്തിലാകും ചന്ദ്രനെ കാണാനാവുക. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. തൂത്തുക്കുടി പാലക്കാട് ജംഗ്ഷൻ പാലരുവി എക്സ്പ്രസിന് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നാളെ മുതൽ സ്റ്റോപ്പ് അനുവദിക്കും. യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് റെയിൽവേയുടെ തീരുമാനം. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കലാശപ്പോരിൽ ഇന്ന് യാനിക് സിന്നർ കാർലോസ് അൽക്കരാസിനെ നേരിടും. സെർബിയൻ ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചിനെ സെമിയിൽ പരാജയപ്പെടുത്തിയാണ് അൽക്കരാസ് ഫൈനലിലേക്ക് കടന്നത്. കാനഡയുടെ ഫെലിക്സി ഓഗർ അലിയാസിമിനെ മറികടന്നായിരുന്നു സിന്നർ കലാശപ്പോരിലെത്തിയത്. സിന്നറുടെ തുടർച്ചയായ 5ാം ഗ്രാൻഡ്സ്ലാം ഫൈനലാണിത്. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടുന്നു. ആദ്യ 2 ക്വാർട്ടറുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ 2 ഗോളിന് മുന്നിലാണ്. അതേസമയം ചൈനയെ 4-1 പരാജയപ്പെടുത്തി മലേഷ്യ 3ാം സ്ഥാനം നേടി. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം പതിപ്പിന്റെ ഫൈനലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 182 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത ഓവറിൽ കൊച്ചി 8 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ കൊല്ലം കൊച്ചിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. കരട് വോട്ടർ പട്ടികയിലെ 72.4 ദശലക്ഷം വോട്ടർമാരിൽ 99.5% SIR പ്രക്രിയയിൽ അവരുടെ യോഗ്യതാ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. NGOകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരുടെ ഹർജികൾ ഉൾപ്പെടുന്ന വിഷയത്തിൽ കോടതി വാദം കേൾക്കൽ പുനരാരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.